അതിരപ്പള്ളി തുമ്പൂർമൊഴിയിൽ കാട്ടാനാക്രമണത്തിൽ 3 വനംവകുപ്പ് ജീവനക്കാർക്ക് പരിക്ക്. ജനവാസ കേന്ദ്രത്തിലെത്തുന്ന ആനകളെ തടയുന്ന ദൗത്യത്തിലേർപ്പെട്ടിരുന്നവരെയാണ് കൊമ്പനാന ഓടിച്ചത്. പരിക്കേറ്റ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സച്ചിൻ, വാച്ചർമാരായ നടരാജൻ, മണികണ്ഠൻ എന്നിവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 6:30 തുമ്പൂർമൊഴി 10:06 സംഭവം. എണ്ണപ്പന തോട്ടത്തിൽ നിന്നും എത്തിയ കൊമ്പൻ ഇവരുടെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. 100 മീറ്ററോളം ആന ഇവരെ ഓടിച്ചു. റോഡിനോട് ചേർന്നുള്ള കൊക്കയുടെ അരികിലെ ഇടുക്കിലേക്ക് ചാടിയാണ് മൂവരും രക്ഷപ്പെട്ടത്. ഇതിനിടെ റോഡിൽ വാഹനത്തിലെത്തിയ വിനോദസഞ്ചാരികൾ ബഹളം വെച്ച് ആനയെ പിന്തിരിപ്പിച്ചു. ഇതോടെ ആന എണ്ണപ്പനത്തോട്ടത്തിലേക്ക് തിരിച്ചു പോവുകയായിരുന്നുവെന്ന് ചാലക്കുടി DFO M. വെങ്കടേശ്വരൻ പറഞ്ഞു. പിന്നെ രാവിലെ 7 മണി സമയത്തിൽ ആന ശരിക്കും ജനവാസ മേഖലയിൽ കയറാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സ്റ്റാഫ് വന്നിട്ട് അവിടെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സംവിധാനം ചെയ്യുമ്പോൾ ആന അത് ശരിക്കും ചാർജ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാഫ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഇടത്തിൽ ചാടി രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തിലുള്ള പരിക്കാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2 സ്റ്റാഫിക്ക് മേജർ കുഴപ്പമില്ല, ഒരു സ്റ്റാഫിക്ക് കുറച്ച് ഇഷ്യൂ ഉണ്ട്. അത് ഫർദർ ആയിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്ത് സംസാരിച്ച് ഡയഗ്നോസ് ചെയ്തതിന് ശേഷമാണ് അറിയാൻ പറ്റുന്നത്.